കുടുംബസ്വതം. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടികൾ ഞാൻ കണ്ട് നമ്മളെ മെർസിഡീസ് AMG ഞാൻ കണ്ടുപിടിക്കുമെന്നാണ്. പക്ഷേ യാദൃശ്ചികമായിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ കാണിക്കേണ്ടി വരും ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ബൈക്കാണ് ഗൈസ്. അതിൻ്റെ അവിടെ അടക്കി വിടണം അവൻ്റെ തിന്നാണ് സാധനം അവൻ എടുത്തോണ്ട് വന്നേക്കുന്നു. അൽമൂഡ് ഡേവിഡ് കട്ടൻ്റെ ഒക്കെ പാട്ടാണ്. അപ്പോൾ ഇത് ഗൈസ് എൻ്റെ ഒരു വണ്ടിയാണ് ഗൈസ്. ഈ വണ്ടിയിലാണ് നമ്മൾ പോയിന്റ് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ AMG എൻ്റെ കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തപ്പാൻ വേണ്ടി ഞാൻ പോകാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഞാൻ പോകാൻ വേണ്ടി ഞാൻ ഒരു താറ് ഞാൻ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. പക്ഷേ രാവിലെ ആയിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ആ താറ് ഇവിടെ കാണാനില്ല ഗൈസ്. ഇപ്പോൾ നമ്മളെ മെർസിഡീസ് AMG എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഈ AMG ആണെങ്കിൽ എനിക്ക് എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്, ഓട്ടിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ പൾസറിൻ്റെ നോർമൽ പൾസറുണ്ട്, പിന്നെ നമ്മളെ യമഹ FZ ഉണ്ട്, പിന്നെ യമഹ VMAX ഉണ്ട്. VMAX. അപ്പോൾ സ്വാമിജി അടുത്ത് നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി പോകുന്ന ഈ വണ്ടിയാണ്. അപ്പോൾ ആ സ്വാമിജിയുടെ അടുത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഹാക്കറിൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞു വണ്ടി ഒന്ന് ഹാക്ക് ചെയ്ത് കണ്ടുപിടിച്ചാലാണ് താറ് അത്യാവശ്യം ഉണ്ടാകും. അപ്പം ഞാൻ വെളിയിറങ്ങി നോക്കിയപ്പോൾ ഇത് കണ്ട. പിന്നെ ഞാൻ അത് കണ്ടതിന് ശേഷം അവൻ്റെ കമ്പ്യൂട്ടർ ഓൺ ആവുന്നില്ല. അപ്പോഴത്തേക്കും അവൻ പറഞ്ഞു ഇതേപോലത്തെ ഒരു സ്വാമിജി ഉണ്ട്, അപ്പോൾ സ്വാമിജി അടുത്ത് നീ പോയി ഒന്ന് സംസാരിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ലിറ്ററലി നമ്മൾ ഈ സ്വാമിജിയുടെ കാര്യം ഞാൻ അറിയുന്നതാണ്. അപ്പോൾ ഈ സംഭവം നേരെ ഞാൻ സ്വാമിജിയുടെ അടുത്തോട്ട് പെട്ടെന്ന് നമുക്ക് പറത്തി വിടാൻ ഗൈസ്. വണ്ടി ടയറിൻ്റെ ഇരുന്ന് ഇങ്ങനെ പോകണം സെറ്റപ്പ് ഗൈസ്. എൻ്റെ മോനെ ബാക്കിൽ കൂടെ നോക്കല ഫയറൊക്കെ പോകണം. അകത്ത് കാണുന്ന ഒരു ചുമന്ന വീടാണെന്നാണ് ഗൈസ് പറഞ്ഞത്. സ്വാമിജി ഇത് കണ്ടാൽ ചിലപ്പോൾ പേടിച്ചു ഗൈസ്, കാരണം ഇത് വേറെ മന്ത്രവാദിയുടെ വണ്ടിയോ. ഗൈസ് ഡ്രിഫ്റ്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നേരെ ചെന്ന് പോയിനോ അല്ല സംസാരിക്കുകയാണ് ഗൈസ്. ഞാൻ സംസാരിക്കുന്ന സ്വാമിജി ഞെട്ടിത്തരിച്ച് ഞാൻ ബാക്കി പറയണ്ടേ. സ്വാമിജി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിപ്പോൾ. കാരണം ഈ വണ്ടി ഞാൻ കാണിച്ചു കൊടുത്തു സ്വാമിജിക്ക്. അപ്പോഴത്തേക്ക് സ്വാമിജി പറഞ്ഞ് ഇത് നമുക്ക് ഇവിടെ നിന്ന് കളഞ്ഞു കിട്ടിയ വണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഈ സ്വാമിജി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ വണ്ടിയാണ്, ഇത് കളഞ്ഞു പോയതാണ്. ഇനിയിപ്പോൾ നിനക്ക് മിസൈലൊന്നും വേണ്ട, ഈ ഒരു വണ്ടി കൊണ്ട് ഇടിച്ചൊരൊറ്റ പൊട്ടിക്കലിന് തന്നെ താറും അതിൻ്റെ താറിൻ്റെ പൊടിയും ഗോസ്റ്റും ഒന്നും ഇവിടെ കാണത്തില്ലെന്നാണ് സ്വാമിജി പറയുന്നത്. സ്വാമിജിയിൽ നിന്ന് കളഞ്ഞ വണ്ടിയാണ്, എനിക്കിത് കളഞ്ഞു പോയിട്ടാണ് കിട്ടിയത്. ഞാൻ തീ കത്തുന്ന വണ്ടി എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. പിന്നെ സ്വാമിജി ഇതേപോലത്തെ ഒരു കാർ ഉണ്ടാക്കാനുള്ള ഇതാണ് അതിൻ്റെ ആ ഒരു സെർച്ചിങ്ങൊക്കെ സ്വാമിജി തുടങ്ങിയിട്ടുണ്ട്. കാർ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഫയറിൻ്റെ. നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം ഗൈസ്. കുറച്ചു നേരം കഴിഞ്ഞാൽ താറ് പ്രതിഷ്ഠമാവുമെന്നാണ് പറയുന്നത്. എൻ്റെ ഇടയ്ക്ക് നമുക്ക് സ്റ്റാറൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുക. ചെറിയൊരു ചുമന്ന വണ്ടി കണ്ടു, ചത്തിറങ്ങുന്നുണ്ട്. ഒരു ചുമന്ന വണ്ടി കണ്ടു, പക്ഷേ ബ്ലാക്ക് വണ്ടി കണ്ടോന്ന് ചോദിച്ചു ചുമന്ന വണ്ടീന്ന് കണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയല്ലേ പറയണം. കേസ് നമുക്ക് 1 സ്റ്റാർ വാണ്ടലോയിലായിട്ടുണ്ട്. എന്തായാലും കേസാവും, അത് ഉറപ്പാണ്. ഗൈസ് ഇപ്പോൾ നമുക്ക് താറിനെ ഇവിടെ വെച്ച് കണ്ടിട്ട് താർ ഇവിടെ നിന്ന് വരണം ഗൈസ്. അപ്പോൾ കാണാം ഗൈസ്. ഓക്കെ ഇവിടെ താറിതാ പ്രതിഷ്ഠമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ താറിനെ നമ്മളിതാ തീർക്കുകയാണ് ഗൈസ്. അതിന് മുമ്പ് നമുക്കൊരു സ്ക്രീൻഷോട്ടും കൂടെ ഒരെണ്ണം അങ്ങ് എടുത്തേക്കാം. ഓക്കെ ഹെൽമെറ്റ് വീഴോ കേസ്. നമ്മളിതാ താറിനെ നമ്മളിതാ പൊട്ടിക്കാൻ വേണ്ടി തന്നെ പോകണം. ഓക്കെ ഈ ബൈക്കിനെന്തോ പറ്റിയിട്ടുണ്ട്, പലപ്പൊക്കെ കാണും ഗൈസ്. അപ്പോൾ നമ്മളിതാ വണ്ടിയിലും പൊട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞിരിക്കും.
ഗുഡ് ബൈ.